ശരിക്കും ഈ പി സി ഒ ഡി ഉള്ളതുകൊണ്ടാണോ വെയിറ്റ് ഇങ്ങനെ കൂടുന്നത്? അതോ ഈ വെയിറ്റ് കൂടുന്നതുകൊണ്ട് പി സി ഒ ഡി വരുന്നതാണോ? ഓക്കെ, ഇത് ഇന്റർ കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഡൗട്ട് വരുന്നതും. അതായത് പി സി ഒ ഡി വരാൻ ഒരു എക്സാക്ട് റീസൺ നമുക്ക് പറയാൻ പറ്റില്ല. അതിന് അമിതവണ്ണം ഒരു റീസൺ ആണ്. മറ്റു കാരണങ്ങൾ കൊണ്ട് വരാം, ജനിതകപരമായ കാരണങ്ങളാവാം, ഇൻസുലിൻ റെസിസ്റ്റൻസ് ആവാം, അങ്ങനെ പി സി ഒ ഡി വരാൻ പല റീസൺസ് ഉണ്ട്. സോ അമിതവണ്ണമുള്ള ഒരാൾക്ക് പി സി ഒ ഡി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് മാത്രമല്ല, ഇനി ആൾറെഡി നമുക്ക് പി സി ഒ ഡി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. അതായത് നമ്മുടെ ബോഡിയിലുള്ള ഇൻസുലിനെ കൃത്യമായിട്ട് യൂസ് ചെയ്യാത്തൊരു അവസ്ഥ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള ഗ്ലൂക്കോസ് ഒക്കെ നമുക്ക് ഫാറ്റ് ആയിട്ട് നമ്മുടെ അവയവങ്ങളിലൊക്കെ ആയിട്ട് സ്റ്റോർ ആവും. സോ പി സി ഒ ഡി വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും വെയിറ്റ് കൂടാനും പെട്ടെന്ന് വെയിറ്റ് കുറയാതിരിക്കാനും അതൊരു കാരണമായിരിക്കും. പ്രത്യേകിച്ചും ലോവർ ബോഡിയിലൊക്കെ നമ്മുടെ വയറിന് ചുറ്റുമായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് തടി കൂടും. സോ അമിതവണ്ണമുള്ള ഒരാൾക്ക് പി സി ഒ ഡി വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അത് മാത്രമല്ല, പി സി ഒ ഡി ഉള്ള ഒരാൾക്ക് ഫർദർ ആയിട്ട്, അതായത് വീണ്ടും വെയിറ്റ് കൂടാനും വെയിറ്റ് കുറയാതിരിക്കാനും അതൊരു റീസണുമാണ്. സോ ഇത് ഇന്റർ കണക്റ്റഡ് ആണ് എന്ന് പറയും. അതുകൊണ്ടാണ് പല ആളുകൾക്ക് ഈ ഒരു ഡൗട്ട് വരുന്നത്.